ചൈനയുടെ ഓരോ നീക്കവും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും അത്യാധുനിക മിലിറ്ററി ഉപഗ്രഹങ്ങളും 24 മണിക്കൂർ നിരീക്ഷിച്ചു വരികയാണ്. ചൈനയുടെ വാട്ടർ ബോംബ് തന്ത്രത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൗണ്ട് ഡൗൺ സ്ട്രാറ്റജിയാണ് അരുണാചൽ പ്രദേശിൽ ഒരുക്കുന്നത്. ചൈന വെള്ളം തടഞ്ഞു നിർത്തിയാലും അല്ലെങ്കിൽ ഒന്നിച്ച് തുറന്നുവിട്ട് പ്രളയം സൃഷ്ടിക്കാൻ നോക്കിയാലും അതിനെ നേരിടാൻ ബ്രഹ്മപുത്രയുടെ ഇന്ത്യൻ പരിധിയിൽ ഭീമൻ ജലസംഭരണികളും അതുപോലെ തന്നെ പ്രതിരോധ അണക്കെട്ടുകളും നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ അതിവേഗം പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. ഈ ഡാമുകൾ ചൈന തുറന്നുവിടുന്ന അമിതജലം സംഭരിച്ച് നിർത്തി പ്രളയ സാധ്യത ഇല്ലാതാക്കും. മാത്രമല്ല വടക്ക് കിഴക്കൻ അതിർത്തികളിൽ അത്യാധുനിക ഫീൽഡ് ഫോർകാസ്റ്റിംഗ് അഥവാ പ്രളയ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇന്ത്യ ഇതിനകം തന്നെ ശക്തമാക്കിയിട്ടുണ്ട്. ചൈനീസ് അതിർത്തിയിൽ ചെറിയൊരു ജലവ്യതിയാനം പോലും നിമിഷങ്ങൾക്കകം തിരിച്ചറിയാൻ ഈ റഡാറുകൾക്ക് സാധിച്ചിരിക്കും. ചൈനയുടെ അഹങ്കാരത്തിന് നയതന്ത്ര തലത്തിലും അന്താരാഷ്ട്ര വേദികളിലും ശക്തമായി മറുപടി നൽകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളിൽ ഈ അണക്കെട്ട് വിഷയം വലിയ തർക്കങ്ങൾക്കും യുദ്ധസമാനമായ അന്തരീക്ഷത്തിനും വഴിവെച്ചേക്കാം. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഹിമാലയൻ അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിച്ച് ഇന്ത്യയെ ഭയപ്പെടുത്താൻ നോക്കിയ ചൈനയ്ക്ക് ഇന്ത്യൻ സൈന്യം ലഡാക്കിലും ഗാൽവാനിലും നൽകിയ മറുപടി നമ്മൾ കണ്ടതാണ്. ഇനി ജലയുദ്ധത്തിനാണ് ചൈനയുടെ ഭാവമെങ്കിൽ അതിനും ഇന്ത്യ തക്കതായ മറുപടി കരുതി വെച്ചിട്ടുണ്ട്. ഡ്രാഗണിന്റെ ചതിക്കുഴികൾക്ക് മുന്നിൽ ഇന്ത്യ ഒരിക്കലും തലകുനിക്കില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളിൽ ഈ അണക്കെട്ട് വിഷയം വലിയ തർക്കങ്ങൾക്കും യുദ്ധസമാനമായ അന്തരീക്ഷത്തിനും വഴിവെച്ചേക്കാം. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഹിമാലയൻ അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിച്ച് ഇന്ത്യയെ ഭയപ്പെടുത്താൻ നോക്കിയ ചൈനയ്ക്ക് ഇന്ത്യൻ സൈന്യം ലഡാക്കിലും ഗാൻവാലിലും നൽകിയ മറുപടി ഇനി വീണ്ടും ആവർത്തിക്കും. എന്തായാലും ഈ വിഷയത്തിൽ ചൈനയുടെ ഈ കൊടും ചതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും കാണും വരെ നന്ദി.